ആദ്യം ഡോക്ടർ ഗോപകുമാറിലേക്ക്. ട്രംപ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് നിലപാടുകൾ മാറുന്ന ഒരു വ്യക്തിയാണ് എന്ന ആശങ്ക പലപ്പോഴും ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരം ഒരു സ്ഥിരതയില്ലാത്ത ഒരു ലോക നേതാവിനെ ഭയക്കേണ്ടതുണ്ട് എന്ന് വിമർശകർ പറയുന്നുണ്ട്. ഡോക്ടർ ഗോപകുമാർ എങ്ങനെ കാണുന്നു ഈ ട്രംപ് 2.0? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, സമീപകാലത്ത് ചൈന അമേരിക്കയുടെ ഏതാണ്ട് അടുത്തെത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്തൊരു 10 വർഷത്തിനകം അമേരിക്കയെ കടന്ന് ചൈന 1-ാം സ്ഥാനത്ത് വരും ലോകത്തെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ആകട്ടെ അദ്ദേഹത്തിൻ്റെ നയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒന്നും ഒളിച്ചു വച്ചിട്ടില്ല. അദ്ദേഹം അഭിപ്രായം മാറ്റുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം കുറച്ചുകൂടി തീവ്രമായി ഒരു ധ്രുവീകരണ സ്വഭാവമുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. ആ പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തതയുണ്ട്. അതൊരു ലിബറൽ ആറ്റിറ്റ്യൂഡിൽ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് മുഷിപ്പ് തോന്നിയേക്കാം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രപതിയായിട്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ കാണുന്നത്. അവിടുത്തെ സാമ്പത്തിക വളർച്ചയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. നിയമവിരുദ്ധ കുടിയേറ്റം അവിടുത്തെ മറ്റൊരു വലിയ പ്രശ്നമാണ്. അഴിമതിയുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിർത്തിയുടെ പ്രശ്നം, പിന്നെ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്ന ലോകത്ത്. അതിലൊന്ന് ഇന്ന് തീർന്നു എന്ന് നമ്മൾ സാങ്കല്പികമായിട്ടെങ്കിലും വയ്ക്കുന്നു. നമുക്കറിയാം അവിടെ ടെൻഷൻ ഇനിയും ഉണ്ടാകുമെന്ന്. പിന്നെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ താഴോട്ട് പോകുമ്പോൾ ഇനിയും ഈ യൂറോപ്യൻ യൂണിയനും ഉക്രൈൻ യുദ്ധത്തിനുമൊക്കെ എത്രത്തോളം പണം കൊടുക്കണം എന്നുള്ള കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. പിന്നെ പുതിയ നേതൃത്വത്തിൽ അമേരിക്കയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിൽ നിർണായകമായും ഇന്ത്യൻ വംശജരായ 2 പേർക്കെങ്കിലും വലിയ സ്ഥാനമുണ്ടാകും. അത് ഒന്ന് വിവേക് രാമസ്വാമിയാണ്, മറ്റത് കാഷ് പട്ടേലാണ്. ഇതിനൊക്കെ പുറമെ എലോൺ മസ്കിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇന്ത്യക്കാരനല്ല, പക്ഷേ എലോൺ മസ്ക്. ഈ 3 പേരായിരിക്കും ട്രംപിനെ പല കാര്യത്തിലും നയിക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, സ്വാഭാവികമായിട്ടും സെനറ്റും അമേരിക്കയിലെ ലോവർ ഹൗസായ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും പുറമെ ജുഡീഷ്യറിയിലുമെല്ലാം റിപ്പബ്ലിക്കൻ നോമിനേഷൻ ശക്തമായിട്ടുള്ളത് കൊണ്ട് ട്രംപിന് അപ്രമാദിത്വം ഉണ്ടാകുമെന്നൊരു ഭയമുണ്ട്. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം നമ്മൾ കാണേണ്ട കാര്യമില്ല. കാരണം അമേരിക്കയിലെ സിസ്റ്റത്തിനനുസരിച്ച് ഈ ജഡ്ജിമാർ അവർക്ക് രാഷ്ട്രീയ കൂറല്ല, ഒരു കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണും എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാവുന്നേ ഉള്ളൂ. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനേറ്റ് ചെയ്തവരാണ് കൂടുതലെന്നുള്ളത്. അതല്ലാതെ ഇവിടുത്തെ പോലത്തെ ഒരു പാർട്ടി കൂറൊന്നും അവിടുത്തെ ജഡ്ജിമാർക്കില്ല. ആശയങ്ങളോട് കൂറ് കണ്ടേക്കാം. പിന്നെ ഇതിനപ്പുറം അവിടുത്തെ സിസ്റ്റത്തിനനുസരിച്ച് സെനറ്റ് മെമ്പേഴ്സിന് വേണമെങ്കിൽ പ്രസിഡൻറ്റിനെതിരായിട്ട് വോട്ടൊക്കെ ചെയ്യാം. ഇവിടുത്തെ പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചെക്സ് ആൻഡ് ബാലൻസസ് കുറച്ചെങ്കിലും ഇനിയും കാണും. അത് പൂർണ്ണമായൊരു ഏകാധിപത്യത്തിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല. പക്ഷേ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് പറയുന്നത് അങ്ങനെയല്ല. ഇതെല്ലാം അധികാരങ്ങളും ട്രംപിൽ വന്ന് എത്തിച്ചേരുന്നത് കൊണ്ട് ഒരു ഒളിഗാർക്കിയുടെ ഒരു സ്വഭാവമുണ്ടാകും. ഒളിഗാർക്കി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു ചെറിയൊരു വിഭാഗം ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ മുറുകെ പിടിച്ചിരുന്നു കൊണ്ട് ഒരു പക്ഷേ ജനാധിപത്യ വിരുദ്ധമായി നയിക്കുമെന്നുള്ളൊരു ഭയമാണ്. അങ്ങനെ ഒരു ഒളിഗാർക്കി ട്രംപിൻ്റെ കീഴിൽ വരുമെന്നുള്ള ഭയം അമേരിക്കയിലെ ജനതയുണ്ട്. ഇത്രയുമാണ് ജനങ്ങൾക്കുണ്ട്. ഇത്രയും ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറയുകയാണ്. ബാക്കി ചർച്ചയുടെ രീതി അനുസരിച്ച് സംസാരിക്കാം.